തൃശൂർ മുൻ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയ്ക്കെതിരായ ആരോപണം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിക്കുന്നത്. അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും EROമാരുടെയും മേൽനോട്ടത്തിലാണ് BLOമാർ പ്രവർത്തിക്കുക. ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, ഈ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് VS സുനിൽകുമാർ അടക്കം ഇപ്പോൾ പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്നത് കളക്ടറെയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണ തേജയ്ക്ക് പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു CPIയുടെയും UDFന്റെയും ഒക്കെ വിമർശനം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ കളക്ടറായിരുന്ന കൃഷ്ണ തേജ വ്യാജ വോട്ടിനായി ഇടപെട്ടു എന്ന് CPI ആരോപണം ഉന്നയിച്ചിരുന്നു. BLOമാരെ തെരഞ്ഞെടുത്തത് മുതൽ വ്യാജ വോട്ട് ചേർത്തതുവരെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അതായത് ജില്ലാ കളക്ടർക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, അദ്ദേഹത്തിന്റെ അറിവോടെയാണെന്നായിരുന്നു ഇടത് വലത് മുന്നണികളുടെ ആരോപണം. അതിനൊരു മറുപടിയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങൾ വസ്തുതാപരമായി ശരിയല്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് BLOമാരെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിക്കുക എന്ന് മാത്രമല്ല, ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുമാണ് BLOമാരുടെ ഉൾപ്പെടെയുള്ള മേൽനോട്ടം നിർവഹിക്കുന്നത്. അതായത് ജില്ലാ കളക്ടർക്കല്ല അതിന്റെ ഉത്തരവാദിത്തം എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതിൽ നിന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പിന്തിരിയണമെന്ന അഭ്യർത്ഥന കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാം എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു കേൽക്കർ IAS അറിയിക്കുന്നുണ്ട്. അതേസമയത്ത് പ്രധാനമായും കൃഷ്ണതേജയ്ക്കെതിരായിട്ടുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില വ്യാജ വോട്ട് സംബന്ധിച്ചുള്ള പരാതികൾ CPIയും UDFും അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അതിലേതെങ്കിലും തരത്തിലൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായില്ല. ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടില്ല. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ഇത്തരത്തിൽ വ്യാജ വോട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ജില്ലാ കളക്ടർ, തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന ജില്ലാ കളക്ടർ കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കൃഷ്ണതേജയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന ഒരു അഭ്യർത്ഥനയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഓക്കെ, അർജുൻ രാജാൻ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.